So, how are you? Fine. Very good. So, we saw that bank run by Gresham on a fine morning. It just produced wrecked. What is the reason? Nobody knows. Even his secretary and long-term friend, 35 years they knew each other. Robert Baldwin does not know actually what happened. So these are the things that we saw in the last two classes, and we also saw that Gresham has invited or sent for, we said, Robert Baldwin to meet him. He wanted to discuss something with him. So far we saw, so here is the summary, the main outline of this. Robert has gone to meet Gresham, and the family members John, Evie and Martha are anxiously waiting for his return. റോബർട്ട് പോയി ഗ്രഷാം വിളിച്ചിട്ടാണ് പോയത്. തിരിച്ചു വരുന്നില്ല, വരാത്തതുകൊണ്ട് അവരിങ്ങനെ വളരെ വിഷമത്തിലാണ്, ആങ്ഷ്യസ്. ഇവി 10 പ്രാവശ്യം ഓരോ മിനിറ്റിലും പോയി ജനലിൽ പോയി നോക്കുകയാണ്. സെക്കൻഡ് പോയിന്റ്, റോബർട്ട്സ് വൈഫ്, സൺ ആൻഡ് ഡോട്ടർ can't even guess the reason why Gresham has called him. അവർക്ക് 3 പേർക്ക് ഒരു യാതൊരു ഐഡിയയില്ല. അത് ഉറക്കം തെളിങ്ങി ചേർക്കുന്നതല്ല, ഒരു യാതൊരു പിടിയില്ല. ഇതെന്തുകൊണ്ടാണ് ഗ്രഷാം റോബർട്ടിനെ വിളിച്ചിരിക്കുന്ന അറിയത്തില്ല. Gresham has misappropriated. That's the key word. തിരിമറി നടത്തുക, ഫണ്ട് തിരിമറി നടത്തുകയാണ് misappropriated. Gresham has misappropriated the funds of the bank. He is arrested. He is waiting trial the next day. He is waiting for the trial. He is awaiting trial the next day. അപ്പം ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് awaiting trial the next day. ഗ്രഷാമിനെ അറസ്റ്റ് ചെയ്തു. ഗ്രഷാം ബാങ്കിൻ്റെ പൈസയെല്ലാം തിരിമറി നടത്തി. നാളെ അവൻ്റെ ട്രയൽ നടക്കുകയാണ്, വിചാരണ കോടതിയിൽ അവൻ ഹാജരാണ്. Fourth point, the only person who knows about Gresham's dealings is Robert Baldwin. Robert Baldwin ആണ് ഏറ്റവും കൂടുതൽ അറിയാറ്, the only person. And fifth point, Gresham wants Baldwin to save him by just saying 3 words in the court. What are those 3 words? I don't know. When the case would come up for a hearing, all what he should be the witness. Robert should just go to the court and say, I don't know. That's enough. Then he can be saved. For this he means Gresham offers Robert $100,000. From Robert പറഞ്ഞു, നിനക്ക് $100,000, $1,00,000 നിനക്ക് തരാം. ഇവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. Robert will tell the truth, only the truth. So he refuses the money and considers it as a bribe. റോബർട്ടിൻ്റെ ക്യാരക്ടറാണ് ഈ കഥയിലുള്ളത്. ഉടനീളം ഈ നാടകകൃത്ത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. റോബർട്ടിൻ്റെ ക്യാരക്ടർ വളരെ ശുദ്ധമാണ്. He can speak truth and he can speak only the truth. ഈ വാല്യൂ ആണ് ഈ ഏകാംഗ നാടകം വഴി നാടകകൃത്ത് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒത്തിരി പ്രലോഭനങ്ങൾ വരുന്നുണ്ട്. അതെന്തൊക്കെ പ്രലോഭനം? വീട്ടിൽ നിന്നാണ് മൊത്തം വരുന്നത്. അതാണ് എൻ്റെ കാര്യം. 7th point, 8th point, Gresham tells him that the money he offers is not a bribe but a compensation for underpayments. Robert was given only $60 a week. ഇപ്പം ഗ്രഷാം പറയുന്നുണ്ട്, അല്ല ഞാൻ നിനക്ക് ഈ തരുന്ന പൈസ ഒരു ബ്രൈബ്, ഒരു കൈക്കൂലിയായിട്ട് നീ കണക്കാക്കണ്ട. ഞാൻ മാസം ആഴ്ചത്തോളം നിനക്ക് $60 തരുന്നുള്ളൂ. നിനക്ക് $100 വെച്ച് തരേണ്ടതായിരുന്നു. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യും, ഇതൊരു മാറ്റി വെച്ച വേതനമായിട്ട് കണക്കാക്കേണ്ടത്. ഇത് അക്സെപ്റ്റ് ചെയ്യേ, ഇപ്പം ഏതൊരു ബ്രൈബായിട്ട് എടുക്കണ്ട. എന്നിട്ട് നീ ഇത്രയൊന്ന് പറയാച്ചാൽ മതി, I don't know. Okay, then 9. When the family members came to know of this offer, they urged him. അവരെല്ലാവരും 3 പേരും പറയാണ്, urged him to നിർബന്ധിക്കുക.
urged him to accept the money and save his intimate friend for the following reasons. അപ്പോൾ അവർ പറയാണ്, അവർ ഒത്തിരി നല്ല റീസണൊക്കെ പറയുന്നുണ്ട്. നീ എൻ്റെ കൂട്ടുകാരനല്ലേ, കൊച്ചുനാൾ മുതൽ എൻ്റെ കൂട്ടുകാരനല്ലേ, അവനോട് ദയവ് കാണിക്കുക, ഇങ്ങനെയൊക്കെ പല രീതിയിൽ പറയുന്നുണ്ട്. ഇത്രയും പൈസ കൊണ്ട് നമുക്കൊരു ബിസിനസ് തുടങ്ങണം, അതിന് ജോലി പോയില്ലേ, ഇനിയിപ്പോൾ നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ ജോൺ മകൻ്റെ ജോലി മകൻ്റെ ഇൻകത്തിൽ വേണം നമുക്ക് ജീവിക്കാൻ. മകനാകപ്പെടാൻ $30 കിട്ടും, അവന് ക്ലബിലൊക്കെ പോകണം, അതിനൊക്കെ പൈസ ഒക്കെ പെടും. നമ്മൾ ആകപ്പെടാൻ കഷ്ടത്തിലാവും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, ഇത് നമുക്ക് ഒന്നിലോ ഇതങ്ങ് അക്സെപ്റ്റ് ചെയ്ത്, ഇതൊരു കുറ്റമല്ല, കുറ്റം എങ്ങനെയാണ്, ടെക്നിക്കാണ്, ഒരു സാങ്കേതികത്വം മാത്രമേ ഉള്ളൂ, ഒരു സാങ്കേതികത്വം അല്ലേ ഉള്ളൂ ഇത്. അതായത് ഡിപ്പോസിറ്റേഷൻ നഷ്ടം വരുന്നില്ല, ആർക്കും ഒരു ദോഷവും വരുന്നില്ല. പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത്? ഡിപ്പോസിറ്റേഷൻ്റെ പൈസ എല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞു, തിരിച്ച് കൊണ്ടുപോയ പൈസ തിരിച്ച് തരാമെന്ന് അവൻ പറയുന്നുണ്ട്. പിന്നെ നീ എന്താ ആർക്കും നഷ്ടമില്ലാത്തത് വരുന്നു ആയിടണമെന്ന് പറഞ്ഞാൽ പോലെ. ഇതൊക്കെയാണ് അവർ പറയുന്നത്. ഐ ക്യാൻ സീ ദാറ്റ് ഡെപ്പോസിറ്റേഴ്സ് അക്സെപ്റ്റ് മണി ആൻഡ് സേവ് ഹിസ് മണി. അതിന് കാരണം എന്ന് പറയുന്നത് ഡെപ്പോസിറ്റേഴ്സ് വിൽ ഗെറ്റ് ബാക്ക് ദർ മണി. മിസ്അപ്രോപ്രിയേഷൻ ഓൺലി ടെക്നിക്കാലിറ്റി, ഒരു സാങ്കേതികത്വം മാത്രമേ ആവുന്നുള്ളൂ, അത് വലിയ കാര്യമൊന്നുമില്ല. റോബർട്ട് should be merciful to his friend. ദയവ് കാണിക്കണം. His son, sorry, the one word is missing. His son, that is John. His son John bears the name of his friend. And if Gresham goes to jail, it would be a shame to his son. ഗ്രഷാമിന്റെ മകൻ, റോബർട്ടിന്റെ മകന്റെ പേര് ജോൺ ഗ്രഷാം ബാൽവിൽ എന്നാണ്. അപ്പൊ ജോൺ ഗ്രഷാം ജയിലിൽ പോവാണെങ്കിൽ അതിന്റെ മകനും പത്രത്തിലൊക്കെ ജോൺ ഗ്രഷാം ബാൽവിൽ എന്ന് വരികയിലായിരിക്കും, ജോൺ ഗ്രഷാമിനെ വരുവുള്ളായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ മകനും അതൊരു മോശമല്ല. അതുകൊണ്ട് നീ പൈസ എടുത്തിട്ട് ഐ ഡോണ്ട് നോ എന്ന് പറ, അതാ പറഞ്ഞത്. സോ ഹിസ് സൺ John bears the name of his friend, and if Gresham goes to jail, it would be a shame to his son also. With £100,000, he can start a business. He can start a business. He can start a business. He can become a partner in probably the new company that Gresham is going to start. Then he says, I don't want. He says, I will never be, because he cannot be trusted. He is not a trustworthy person. നിനക്ക് തന്നെ സ്വന്തമായിട്ട് തുടങ്ങാൻ പൈസ ഇല്ല, പൈസയ്ക്ക് ഉപയോഗമുണ്ടല്ലോ, പൈസയ്ക്ക് ഉപയോഗമില്ലെന്ന് ആർക്കും അറിയത്തില്ല. പക്ഷെ എന്താ സംഭവിക്കുന്നത്? അതാണ് ക്ലൈമാക്സ്. റോബർട്ട് റിജക്ട്സ് their suggestions. റോബർട്ട് റിജക്ട്സ് their suggestions. ഞാനങ്ങനെ ഒറ്റ വാക്യം തീർത്തു, അങ്ങനെയൊന്നും അല്ല. അവനെ വിറങ്ങി കീറുകയാണ്. ഇവരെല്ലാം അതും ഇതുമെല്ലാം വിളിക്കുന്നുണ്ട്, ഡിസോണസ്റ്റ് പീപ്പിൾ എന്നെല്ലാം ഒത്തിരി പറയുന്നുണ്ട്, മോശമായ ഇങ്ങനത്തെ ഭാഷകളൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിന് വിറങ്ങി കയറി നിൽക്കുകയാണ്. എന്നാലാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? ഇതിൻ്റെ ഗ്രഷാം ഈസ് നോട്ട് ആംഗ്രി, ട്രൂത്ത് വിൻസ്. ഗ്രഷാം ഈസ് നോട്ട് ആംഗ്രി എന്ന് പറയുന്നത് റോബർട്ട് ബാൾവിൻ ഇത് റെഫ്യൂസ് ചെയ്തു. റെഫ്യൂസ് ചെയ്തിട്ട് ഗ്രഷാമിന് യാതൊരു അരിശവും വരുന്നില്ല, ഇതിനോട് ഒരു വിഷമവും തോന്നുന്നില്ല. കാരണം ഗ്രഷാമിന് അറിയാം റോബർട്ട് ബാൾവിൻ്റെ യഥാർത്ഥ നിറവ് എന്നാണ്, ഒരു തങ്കം 916 ആണുള്ളത് ഗ്രഷാമിന് അറിയാം. അതുകൊണ്ട് റോബർട്ട് പറയും, എനിക്ക് എൻ്റെ പൈസയൊന്നും വേണ്ട, എനിക്ക് എന്ത് തന്നാലും ഞാൻ സമ്മതിക്കാതെ, ഞാൻ സത്യം പറയുന്നതാണ്. പക്ഷെ സാധാരണഗതിയിൽ അരിശം വരേണ്ടത് നമ്മളാ ഇത്രയും നാളെ എന്നോടൊക്കെ നടന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് പറയുന്നതൊക്കെ പറയേണ്ടതാണ്. പക്ഷെ ഒന്നും പറയുന്നത് കാരണം ഹി ന്യൂ ദാറ്റ് ഹി ഈസ് ലൈക്ക് ദാറ്റ്. രണ്ടാമത്തെ ഗ്രഷാം കൺഫസസ് അതാണ്. ഇപ്പൊ ഇവന്റെ സഹായം കിട്ടുന്നില്ല, ഇവൻ വിറ്റ്നസ് ആയില്ല, ഇവൻ സാക്ഷി പറയുക എന്ന് പറയുമ്പം റോബർട്ട് പറയത്തില്ല ഐ ഡോണ്ട് നോ എന്ന് പറയുക എന്ന് പറയുമ്പോൾ ഇവൻ എന്ത് ചെയ്തു? അതെല്ലാം ഉള്ളതെല്ലാം തുറന്നു പറയും, സത്യം എൻ്റെ കുറ്റം ഞാൻ സമ്മതിക്കുന്നു പറയും. അപ്പൊ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല, കുറ്റം സമ്മതിച്ചു. സോ ഹി കൺഫസ്. അതിന്റെ കാരണം റോബർട്ടാ. റോബർട്ട് പറഞ്ഞു ഞാൻ കളസാക്ഷ്യം പറയുകയാണ്.
പിന്നെ വേറൊരു മാർഗവുമില്ല, കൺഫസ് ചെയ്യല്ല, വേറൊരു മാർഗവുമില്ല. കൺഫസ് എന്ന് പറയുന്നത് തുറന്നു പറയുക എന്നുള്ളതാണ്. തേർഡ് പോയിന്റ്, the president of the third national offers Robert a good position. അതാണ് എൻ്റെ കാര്യം. ഇപ്പം ഇങ്ങനെ നിൽക്കുന്ന ഈ സമയത്ത് ജോലിയില്ല, ഈ പണം ഇത് സ്വീകരിക്കത്തില്ല, കള്ളസാക്ഷി പറയുകയില്ല, വീട്ടുകാരെല്ലാം എതിർത്തിരിക്കുന്നു, മൊത്തത്തിലൊരു ടെൻഷനാണ്. ഈ ടെൻഷനാണ് ആകാശത്തിലും കാണുന്നത്. സൾട്ടറി വെതർ, ക്ലൗഡ് ഇങ്ങനെ കാർമേഘങ്ങൾ താഴേക്ക് വരുന്നു, ഇപ്പം മഴ പെയ്യും, ചുട്ടുകൊള്ളുന്ന ഭൂമി, ഭയങ്കരമായ ചൂട്. ശരിക്കും പറഞ്ഞാൽ ആ ബാക്ക്ഗ്രൗണ്ടും ആ വീട്ടിലെ ഇപ്പോഴത്തെ സ്ഥിതിയും ഒന്നാണ്. ഇതുപോലെ നിൽക്കും, ഇങ്ങനെ പഴുത്ത് നിൽക്കുന്ന ഒരു സമയത്ത് തണുത്ത കാറ്റുമായിട്ട് മാർഷൽ വരുവാണ്, മിസ്റ്റർ മാർഷൽ, പ്രസിഡന്റ് ഓഫ് ദ തേർഡ് നാഷണൽ വലിയൊരു ബാങ്ക്. ഇതങ്ങനെ പറയാണ്, ഞാൻ ഗ്രഷാമിനെ കണ്ടു, ഇതിൻ്റെ കാര്യമൊക്കെ ഞാൻ ചോദിച്ചു, പക്ഷേ ഗ്രഷാം ഈസ് നോട്ട് ആംഗ്രി വിത്ത് യു. ഗ്രഷാമിന് നിന്നോട് യാതൊരു അരിശോ ഒന്നുമില്ല, കാരണം നിന്റെ ആ സ്വഭാവം ഗ്രഷാമിന് അറിയാം. നോട്ട് ഓൺലി ദാറ്റ്, ഗ്രഷാം ഹാസ് ഗിവൻ സുപ്രീം കോംപ്ലിമെന്റ്സ് എന്നാണ്. സുപ്രീം കോംപ്ലിമെന്റ്, അതായത് ഒരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല അഭിപ്രായമാണ് അദ്ദേഹം ഗ്രഷാം നിന്നെ പറ്റി പറയുന്നത്, ഏറ്റവും നല്ല അഭിപ്രായം. അപ്പം അതുകൊണ്ട് നീ സത്യം വിട്ട് പെരുമാറിയാണെന്ന് ഇപ്പം എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് നീ തേർഡ് നാഷണൽ ബാങ്കിലേക്ക് വന്നാൽ നിന്റെ ഒരു പൊസിഷൻ അവിടെ റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ എല്ലാം വേണം. അവൻ്റെ ജോലി അവനെ റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. റിസർവേഷൻ അല്ല, റിസർവ് ചെയ്ത് വെച്ചിരിക്കുക. എന്തുകൊണ്ടാണ്? അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനാണ്, തങ്കപ്പെട്ട മനുഷ്യൻ. 916 ആണ്. അങ്ങനെയുള്ളവർ ഒരിക്കലും തോക്കിയല്ല. ശരി, നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. വീട്ടുകാരൻ മുഴുവൻ എതിർന്നിരുന്നു, വീട്ടുകാരൻ മുഴുവൻ ഇവനെ ഒരു നിർബന്ധിച്ചു, വാങ്ങിയിരുന്നു എന്തെല്ലാം ഗുണമുണ്ട്, അവന് സമാധാനമായിട്ട് പോകാം, അവനെ വിടാം, അവന് ശിക്ഷ കിട്ടിയല്ല, ഇതൊരു സാങ്കേതികത്വം അല്ലേ, നമുക്കൊരു ബിസിനസ് തുടങ്ങാം, അല്ലെ നമുക്ക് അവൻ്റെ തന്നെ ഒരു ബിസിനസ് തുടങ്ങാം, പൈസ ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും, മകനെ ആശ്രയിക്കേണ്ടത്, ഇതൊക്കെ പറയുന്നു. പ്രിൻസിപ്പിൾ ഈസ് പ്രിൻസിപ്പിൾ. അതാണ് അതിൻ്റെ ഫലം എന്താ എന്നാണ് പറയുന്നത്. 3 കോടാലികൾ കിട്ടി. ആ കോടാലി കിട്ടിയതൊന്നും വേറെ അർത്ഥം ഉപയോഗിക്കുന്നത് അല്ലേ, ആ കഥയിലെ കോടാലി. ചിലപ്പോൾ കോടാലി എന്ന് പറയുന്നത് നിങ്ങൾ വലിയ ട്രബിളാണ്, പ്രശ്നമാണ്. നമ്മൾ ഒരു കോടാലി വന്നെന്ന് പറഞ്ഞാൽ അടുത്തൊരു പ്രശ്നമാണല്ല, അങ്ങനെ ആ കോടാലിയല്ല, ദേവത കൊടുത്ത കോടാലി. അതായത് സ്വർണവും വെള്ളിയും ഞാൻ കൊടുത്തിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ the president of the third national comes and says your position is there reserved for you, come and join the bank. Position. Honesty is the best policy. Then the message adana, Gresham pays supreme compliment to Robert Baldwin. അതാണ് എൻ്റെ കാര്യം. തന്നെ സഹായിക്കുക എന്ന് പറയുന്നത് തൻ്റെ വളരെ നാളത്തെ സുഹൃത്ത് പറയുന്നു, ഞാൻ നിന്നെ കൈവിടുന്നു, ഞാൻ സത്യമേ പറയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോലും അവന് യാതൊരു വിഷമമില്ലെന്ന്. അതാണ് ഇതിൻ്റെ ഒരു ബലം. സത്യം പറയുക, സത്യം മാത്രം പറയുക, സത്യവാനായി ജീവിക്കുക. പണ്ട് നിങ്ങളെന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ പണ്ട് റെഗുലർ സർവീസിലായിരുന്നു, ഇപ്പം ഞാൻ റിട്ടയറായി. അപ്പം എൻ്റെ ഒരു ക്ലാസ്സിൽ ഒരു പയ്യനുണ്ടായിരുന്നു, അവൻ്റെ പേര് സത്യവാൻ എന്നാണ്. അവൻ നുണ മാത്രമേ പറയുള്ളൂ, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ആയിരിക്കരുത്, ആ സത്യവാനല്ല. ഇത് സത്യവാൻ എന്നുള്ള അവരുടെ പേരാണ്, പക്ഷെ അവൻ പറയുന്നത് മുഴുവൻ നുണയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കാര്യമാണ്, ഞാൻ ബൈ ചാൻസ് ഓർത്തപ്പോൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. നമുക്കിപ്പോൾ നമ്മൾ ടെക്സ്റ്റിലേക്ക് കിടക്കുകയാണ്. കുറച്ച് ഭാഗം നമ്മൾ കണ്ടു. എന്താണ് മദർ ജോണിനോട് പറയാണ്, നീ പുറത്ത് പോയി ആ ജനൽ അടയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറയുന്നത് റൈറ്റ് ഹോ ആൻഡ് ഹീ ഗോസ്. ഈ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ജോണിന് മാത്രം ടെൻഷനില്ല. ജോൺ ഒരു ഫിലോസഫറെ പോലെ ഒരു പൈപ്പൊക്കെ വലിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ കൂടുതലും ഈ ഭാഗത്ത് ഈ ടെക്സ്റ്റ് ഭാഗത്ത് നമ്മൾ കാണുന്നത് ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ മദർ ആൻഡ് ഡോട്ടർ. ഇതിൻ്റെ ഈ ടെക്സ്റ്റിൻ്റെ ഈ സെക്ഷൻ്റെ ഭാഗത്ത്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന സെക്ഷൻ്റെ ഭാഗത്ത് ഏറ്റവും അവസാനമാണ് ജോൺ വരുന്നത്. അതുവരെ അമ്മയും മകളുമായിട്ടുള്ള സംസാരം.
അപ്പം നമുക്ക് ജസ്റ്റ് ടെക്സ്റ്റ് ഉണ്ടല്ലോ, എല്ലാവരുടെയും ടെക്സ്റ്റ് ഉണ്ടല്ലോ, ടെക്സ്റ്റ് തുറക്കുക. റൈറ്റ് ഹോ ഹി ഗോസ്. ആഫ്റ്റർ എ പോസ്, നിർത്തിയതിന് ശേഷം, മദർ, ദാറ്റ് ഈസ് ഇവി ഈസ് സെയിങ് മദർ. ദർ ഇസ് നോ ആൻസർ. മദർ, നമ്മളല്ലേ അമ്മേ അമ്മേ, രണ്ടാമത് അമ്മയെന്ന് വിളിച്ചു. മിസ്സസ് ബാൾവിൻ ടേൺസ് സ്ലോലി. രണ്ടാമത്തെ അമ്മ വിളി കേട്ടപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന അമ്മ പയ്യാണ് എന്താ കാര്യം ഇങ്ങനെ പറയും സ്ലോലി. വാട്ട് ഡസ് മിസ്റ്റർ ഗ്രഷാം വാണ്ട് വിത്ത് ഹിം? മകൾ ചോദിക്കാണ്, വാട്ട് ഡസ് മിസ്റ്റർ ഗ്രഷാം വാണ്ട് വിത്ത് ഹിം? എന്തിന്? വാട്ട് ഈസ് ഹിസ് നീഡ് ഫോർ മൈ ഫാദർ? ഹാസ് ഹി ഡൺ എനിത്തിങ് റോങ്? മകൾ ചോദിക്കാണ്, എന്തിനാ നമ്മുടെ ഫാദർ, എൻ്റെ അച്ഛൻ എന്നെ വല്ലതും ചെയ്തോ, വല്ല മോശമായിട്ട് വല്ലതും ചെയ്തോ, വല്ല തെറ്റ് ചെയ്തു? മാർത്ത പ്രൗഡ്ലി, യുവർ ഫാദർ നോ ഇവി. എന്നുവെച്ചാൽ അവർക്ക് വളരെ ഷുവറാണ്, വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാം ഷുവറാണ്, ഇത് ഓണസ്റ്റാണ്. ഇവി. Then why did Mr. Gresham send for him? എന്തിനാണ് നമ്മൾ അങ്ങനെ വിളിപ്പിച്ചത്? മാർത്ത, he wanted to talk to him. വർത്താനം പറയാനായി വിഷമത്തിലേക്ക് അല്ലേ, ഇപ്പോൾ കൂട്ടുകാരൻ്റെ വർത്താനം. ഇവി, what about Mr. Gresham has been arrested. There's going to try him tomorrow. What can he want with father? ഇപ്പോഴാണ് നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കുന്നത്. ഗ്രഷാമിനെ അറസ്റ്റ് ചെയ്തു, നാളെ ട്രയലാണ്. Then what can he want with father? സംഗതിയെല്ലാം കഴിഞ്ഞു, ബാങ്ക് പൊട്ടി, പിന്നെ അറസ്റ്റ് ചെയ്തു, നാളെ ട്രയൽ, പിന്നെ ഫാദറിനെ എന്തിനാ വിളിച്ചത്? ഷീസ് വെരി മച്ച് വറീഡ് അബൌട്ട് ദിസ്. വേറെ ആർക്കും അത്രയും അറിയുന്നില്ല. മാർത്ത, യുവർ ഫാദർ വിൽ ഹാവ് ടു ഗീവ് എവിഡൻസ്. എവിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന് തെളിവ് കൊടുക്കണം. എവിഡൻസ്, തെളിവ്. നിന്റെ ഫാദറിനാണ് സെക്രട്ടറി, അതുകൊണ്ട് എവിഡൻസിന് വിളിക്കുന്നതായിരിക്കും ഇവി. But he is going to give evidence against Mr. Gresham. ഇത് ചിന്തിക്കാൻ പോലും പറ്റിയത്. അവനെതിരായിട്ട് തെളിവ് കൊടുക്കുന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? കാരണം അവർ വലിയ ഫ്രണ്ട്സ് അല്ലേ. Why should Mr. Gresham want to see him? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. Why should Mr. Gresham want to see him? He is not going to give evidence against him. I don't know, Evie. You know. Your father doesn't say much about his business affairs. ഇത് റോബർട്ട് ബാൾവിൻ്റെ ഒരു പ്രത്യേക രണ്ടാമത്തെ സ്വഭാവ ഗുണമാണ്. സ്വഭാവത്തിൻ്റെ ഒരു വശമാണ്. ഒരു വശം നമ്മൾ മനസ്സിലാക്കി, he cannot do anything wrong. He will not tell a lie. He will not give or he will not be a witness to Gresham to save Gresham. ഇതൊക്കെ നമുക്ക് മനസ്സിലായി. വേറൊരു വശനാണ് ഇത്. He does not. I don't know, Evie. You know your father doesn't say much about his business affairs. She pauses. She stops. ഇത് മറ്റൊരു വശമാണ്. ബാങ്കിൽ നടക്കുന്ന കാര്യം, ബാങ്കിനെ പറ്റി ഒന്നും വീട്ടിൽ ഒന്നും പറയത്തില്ല. Pauses. I didn't know there was anything wrong with the bank until I saw it in the papers. ഞാൻ പോലും മനസ്സിലാക്കിയത് ഇന്നത്തെ പേപ്പർ റിപ്പോർട്ട് വന്നിട്ടില്ല. പേപ്പർ റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്, ഇന്ന ബാങ്ക് പൊട്ടി, ഗ്രഷാമിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, നാളെ ട്രയലാണ്. എന്നാലാണ് ഞാൻ പോലും അറിയുന്നത്. പക്ഷേ she says he thought it wasn't loyal to Mr. Gresham. എന്തെങ്കിലും ബാങ്കിന്റെ പറ്റിയൊരു മോശം പറയുന്നത് അത് വിശ്വസ്തതയ്ക്ക് തെറ്റാണ്. ലോയൽ. He thought it is against his loyalty to Gresham. അത്ര ഫ്രണ്ട്സാണ്. And then Evie nods. Gresham. Evie nods. I did it on my own, he says. Accord. Against his wishes, when I suspected. He thought it wasn't loyal to Mr. Gresham. Evie nods. I did it on my own accord. And so മനസ്സാണ്. എന്ത്? പുള്ളിക്ക് കുറച്ച് ഫണ്ട് ഉണ്ടായിരുന്നു, ഒരു FD ഉണ്ടായിരുന്നു, ഫിക്സഡ് ഡിപ്പോസിറ്റ്. പുള്ളി എങ്ങനെ അറിഞ്ഞു ഇങ്ങനെ ഒരു സംഭവം വരാൻ പോകുന്നു? ഉടനെ തന്നെ പുള്ളി ഹസ്ബൻഡിനോട് പോലും പറയാതെ FD ക്ലോസ് ചെയ്ത് കാശ് വാങ്ങിച്ചു.
My own accord, without even consulting your father, against his wishes. When he came to know, he did not like it. When I suspected means എനിക്കൊരു സംശയം ബാങ്ക് പൊട്ടുന്നു. After a pause, അല്പസമയം ചിന്തിച്ചു, do you think that father had anything to do with? She does not like to say it. What does she want to say? Do you think that father has anything to do with that means with the wrecking of the bank? ഈ ബാങ്ക് പൊട്ടലുമായിട്ട് അച്ഛൻ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പുള്ളിക്ക് അത് തുറന്നു പറയാൻ പുള്ളി മടിക്കുകയാണ്. And then Martha, with the say that with the wrecking of the bank, do you want to complete the sentence like that? With the wrecking of the bank, you know better than that, Evie. You know better than that. You have read it from the papers, Evie. But did he know what was going on? You know what the papers are saying? Father, pay attention. Secretary, ആണല്ലോ എല്ലാം അറിയാവുന്നത്. ബാങ്കിന്റെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഓടിനാണ്. ഇപ്പം ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ഇദ്ദേഹം ഇത്ര നല്ലവനാണ്, ലോയലാണ്, ഇദ്ദേഹം കൂട്ടുകാരനെ ഒറ്റ കൊടുക്കുകയല്ല, ഇതൊക്കെ അറിയാം. പക്ഷെ പേപ്പേഴ്സ് പറയുന്നത് സംതിങ് ദിസ് റോബർട്ട് ബാൽവിൻ ഓൾസോ ഹാസ് ഡൺ. റോബർട്ട് ബാൽവിന് ഇതിനകത്തൊരു കുഞ്ഞ് കൈയുള്ളത് പോലെ തോന്നുന്നു. ഒരു ക്ലൗഡ്, കാർമേഘം സൃഷ്ടിച്ചിരിക്കുകയാണ് പേപ്പറുകാർ. സെൻസേഷണൽ ന്യൂസ്. But did you know what was going on? You know what the papers are saying? Martha. They haven't been fair to him, Evie. They means papers. The papers have not been fair. പേപ്പറുകാർ ശരിയായിട്ടുള്ള റിപ്പോർട്ടല്ല കൊടുത്തിരിക്കുന്നത്. പേപ്പറുകാർ നല്ല രീതിയിലല്ല റോബർട്ട് ബാൽവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. Evie, perhaps not. But they said he must have been a fool not to know. ഒന്നുമില്ലായിരിക്കും. പക്ഷെ പേപ്പറുകാർ പറഞ്ഞു, if you say that he doesn't know anything about it, it means he is a fool. അവനൊരു ഊളനാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ബോധം ഉണ്ടെങ്കിൽ അവന് മനസ്സിലാക്കായിരിക്കും. ഒരു ബാങ്കിൽ കാര്യങ്ങൾ നടത്തുന്ന ആളാണ്. എല്ലാ കാര്യങ്ങളും, എല്ലാ ചെക്കും ഒപ്പിടണം, എല്ലാ ഡോക്യുമെന്റ്സും ഒപ്പിടണം. ഒരു പത്രപ്രതിനിധി ചോദിക്കുകയാണ്, ഹലോ മിസ്റ്റർ റോബർട്ട്, ഡു യു നോ എനിത്തിങ് അബൌട്ട് ദിസ് ബ്രേക്കിംഗ് ഓർ wrecking of this bank, wrecking of Gresham's bank? Then he said, no, I don't know anything. You are talking, you are secretary and you don't know. In that case, you are a fool. സെക്രട്ടറിയാ നിനക്ക് അറിയത്തില്ല, നീ ഒരു ഊളാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. So they have to, that is. So he was, and then he said that perhaps not, but they said he must have been a fool. They made newspapers and said he must know, not to know. They said that only he could have known. He and Mr. Gresham, why didn't they stop it? പേപ്പറുകാർ പറയുന്നത് ഇവന് മാത്രമേ ഇതറിയത്തുള്ളൂ. എന്തുകൊണ്ടാണ് നമ്മുടെ അച്ഛൻ അത് നിർത്താഞ്ഞത്? പേപ്പറുകാരിങ്ങനെ ഇത് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ട് ഒരു ആക്ഷൻ എടുത്തില്ലല്ലോ? അങ്ങനെ ഓടിച്ചിട്ട് പേപ്പർ ഓഫീസിൽ പറയത്തില്ല, ഇത് സത്യമായിട്ട് ഇതിലുള്ള കാര്യം അതൊന്നും വേണ്ടിയില്ല. അങ്ങനെ പുള്ളിക്ക് അറിയാം എനിക്ക് ടേക്കത്തില്ല. ഇപ്പൊ ഹിമാലയ പർവ്വതത്തിനുണ്ട് ഒരാൾ കല്ലെടുത്തറിയാം. അപ്പൊ ഇത് ഹിമാലയ പർവ്വതത്തിനുണ്ടാ കല്ലങ്ങനെ എന്നെ ചുരുണ്ടിങ്ങോട്ട് പോയി എന്ന് പറഞ്ഞാല് സത്യസന്ധതയുടെ ഒരു വലിയ ഹിമാലയ പർവ്വതമാണ് റോബർട്ട് ബാൽവിൻ. അല്ലെങ്കിൽ എംബോഡിമെന്റ്, ഞാൻ പറഞ്ഞില്ലേ എംബോഡിമെന്റ്, അതായത് മൂർത്തിഭാവമാണ്. അപ്പം അതിനകത്ത് എനിക്കാണെന്നും പേടി, എനിക്കൊരു വിഷമമില്ലല്ലോ. രാമകൃഷ്ണ പരമഹംസന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ രാമകൃഷ്ണ പരമഹംസനും ശിഷ്യനും ഇങ്ങനെ പോയപ്പോൾ ഒരാൾ ഒത്തിരി മോശമായിട്ട് സംസാരിച്ചു. അപ്പം ശിഷ്യൻ പറഞ്ഞു, ഇതന്നെ ഒന്നും മിണ്ടാത്ത, അവൻ്റെ നേരെ കയ്യിലൊട്ടി അവനെ ഒന്ന് നമ്മൾ പറയല്ലേ ശപിക്കാൻ പറഞ്ഞു. രാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞു, ഞാനതൊന്നും സ്വീകരിക്കുന്നില്ലല്ലോ, പിന്നെ ഇരിക്കണം, അത് അവൻ്റെ തന്നെ ഇരിക്കുന്നോട്ടെന്ന് പറഞ്ഞു. ഇപ്പം നമ്മളൊരു ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഒരു
ഒരു പണം, ഒരു തൊട്ട്, ഒരു രൂപയുടെ, അന്ന് പണ്ടത്തെ കാലത്ത് ഒരു രൂപയ്ക്ക് ഭയങ്കര വിലയില്ല, ഒരു രൂപ തൊട്ട് ഞാൻ ഒരാൾക്ക് കൊടുക്കുന്നു, അയാൾ അത് വാങ്ങിച്ചില്ല, അപ്പം അതെവിടെ ഇരിക്കും? എൻ്റെ തന്നെ ഇരിക്കും. അതുപോലെ തന്നെ അവൻ എന്നെ ചീത്ത വിളിച്ചു, ഞാനത് സ്വീകരിക്കുന്നില്ല, അതുകൊണ്ട് അവൻ്റെ തന്നെ ഇരിക്കും എന്ന് പറയുന്നവരെ ഇത് പത്രക്കാരങ്ങനെ പറയുന്നു. പക്ഷെ എനിക്കിതൊന്നും ഏക്കാൻ പോകുന്നില്ല, കാരണം എല്ലാവർക്കും എൻ്റെ കാര്യം അറിയാം, അതാണ്. അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തില്ല. So the Indians answered, perhaps not, but they said he must have been a fool not to know. They said that only he could have known. When മാത്രമേ അറിയാവുള്ളൂ, he and Mr. Gresham. Why didn't he stop it? Why didn't he stop it? രണ്ടർത്ഥം. ഒന്ന്, പേപ്പേഴ്സുകാരോട് എന്താ ചെന്ന് പറയാൻ നിർത്താഞ്ഞത്. രണ്ട്, ഗ്രഷാം ഇങ്ങനെ മിസ്അപ്രോപ്രിയേഷൻ നടത്തുന്നു എന്ന കാര്യം അറിഞ്ഞിട്ട് എന്തുകൊണ്ട് നിർത്തിയില്ല? രണ്ട് തരത്തിലും അങ്ങനെ പറയാം. എന്തുകൊണ്ട് നിർത്തിയില്ല? Why didn't he stop it? Martha, he was acting under Mr. Gresham's orders. ഓണറാണ്. അപ്പം ഗ്രഷാം പറയുന്ന അനുസരിച്ച് ഇവൻ പ്രവർത്തിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ ലോയലാണ്. Then contemptuously means വളരെ പുച്ഛഭാവത്തിൽ, Mr. Gresham's orders. Did he have to follow them? Mr. Gresham's orders. Did he have to follow them? ഒരു ചീത്ത, ഒരു മോശമായ ഒരു ഓർഡർ ഇട്ടായിരുന്നു. അവൻ്റെ ഒരു ഓർഡർ മാർത്ത. ആഫ്റ്റർ എ പോസ്, I don't believe your father ever did a wrong thing. I don't believe in his life. എനിക്കറിയാവുന്ന ജീവിതത്തിൽ അതേ ഒരു മോശമായ കാര്യം ചെയ്തിട്ടില്ല. റോങ് തിങ്. Not if I knew it, not and he said, and if I knew it was wrong, sorry, and he in his life, not if I knew it was wrong. എന്തെങ്കിലും തരത്തിൽ റോങ് ആയിട്ടുള്ള സാധനങ്ങൾ നടന്നായിട്ട് എനിക്ക് ഒരു ഓർമ്മയില്ല. He found out by accident, what Mr. Gresham was doing. ഈ പൊട്ടാൻ പോകാനുള്ള കാര്യം actually he did not know. I'm sure that he did not know. If anything had gone wrong, definitely if he had known it, definitely he would have taken action. ഈ ഒരു സംഭവം നടക്കാൻ പോകുന്നു എന്നുള്ളത് അവൻ അറിയാമായിരുന്നെങ്കിൽ അവൻ തീർച്ചയായിട്ടും എന്തെങ്കിലും പ്രവർത്തിച്ച് ആക്ഷൻ എടുത്തു. പക്ഷെ ഇത് ബൈ ആക്സിഡന്റ് പെട്ടെന്ന് എങ്ങനെയോ ഒരു 1-2 ബുക്ക് ഇങ്ങനെ നോക്കിയപ്പം, എല്ലാ ദിവസവും എല്ലാ ബുക്കും നോക്കണ്ടല്ലോ, നോക്കിയപ്പോൾ ഇതാ അതിനകത്ത് ആക്സിഡന്റലായിട്ട് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, അല്ലെങ്കിൽ ഇത് സംഭവിക്കത്തില്ലായിരുന്നു. ഫൗണ്ട് ഔട്ട് വാട്ട് മിസ്റ്റർ ഗ്രഷാം വാസ് ഡൂയിങ് ബൈ ആക്സിഡന്റ്. ഹൗ ഡു യു നോ ദാറ്റ്? ഇവി Martha, I don't know it. I suspect it. അങ്ങനെയാണ് എൻ്റെ ഒരു സംശയം. സംതിങ് ഹി ഹാഡ് ഈഗർലി, ഒരു ആങ്ഷ്യസ്ലി, വളരെ ഇതായിട്ട് പറയുകയാണ്. യു സി ഇവി, he can't have done anything wrong. They haven't indicted him. Indicted, INDICTED, pronounced indicted, indicted എന്നല്ല, indicted. Indicted means accused. കുറ്റക്കാരനാണെന്ന് പറയുന്നില്ല. ഒരു പത്രക്കാർ പലതും എഴുതിയിട്ടുണ്ട്, പക്ഷെ അവരൊരിക്കലും പറയുന്നില്ല ഹീസ് an accused, but he has done anything wrong. ചെറുതായിട്ട് ഇങ്ങനെ പറയുന്നേ ഉള്ളൂ, എന്തോ ഇതൊക്കെ സംഭവിച്ച് കാണുന്നേ ഉള്ളൂ. The papers have not indicted him. INDICTED, സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. Indicted means accused. Pronunciation ശ്രദ്ധിക്കണേ, not indicted but indicted. And then John, ഇത്രയും നേരം അമ്മയും മകളും കൂടിയാണ്. ഇവർ രണ്ടുപേരും കൂടെ ഇതൊക്കെ പറയുകയാണ്, ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഒന്നും ചെയ്യാഞ്ഞെന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് ബൈ ആക്സിഡന്റ്. ഹി ഡിഡ് നോട്ട് നോ ഇറ്റ് ആക്ച്വലി. പേപ്പേഴ്സ് ഇങ്ങനെ പലതും പറയും, പക്ഷേ as far as I know, she says he cannot do a wrong thing. Crown can do no wrong എന്ന് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നില്ലേ അല്ലേ? ക്രൗൺ എന്ന് പറഞ്ഞാൽ രാജ്ഞി എന്നാണ്, രാജാവ് ഒരിക്കലും ഒരു തെറ്റ് ചെയ്യലെന്നാണ്. ക്രൗൺ ക്യാൻ ഡു നോ റോങ് എന്നാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ റോബർട്ട് ബൾവിൻ ക്യാൻ ഡു നോ റോങ്.
That's understood. It's accepted by everybody. എല്ലാവർക്കും അറിയാം, മകൾക്കറിയാം, അമ്മയ്ക്കറിയാം, നാട്ടുകാർക്കറിയാം, പേപ്പറുകാർക്കറിയാം. അതുകൊണ്ട് പേപ്പറുകാർ അവനെ കുറ്റം വിധിച്ചില്ല, കുറ്റം പറഞ്ഞിട്ടില്ല. നോട്ട് ഇൻഡൈറ്റഡ്. എന്നാലും ഇപ്പം ജോൺ വരുന്നുണ്ട്. ജോൺ പറയാം, ജോൺ ഒരു വളരെ കൂളായിട്ടിരിക്കുക. ജോൺ പറഞ്ഞ, I met the assistant cashier yesterday at the athletic club. ജോൺ അത്ലറ്റിക് ക്ലബിൽ പോയി ചില ചാട്ടം ഓട്ടവും ക്രിക്കറ്റ് അല്ല ഷട്ടിൽ കളിയൊക്കെ ഉള്ള പറഞ്ഞു. നല്ല അസിസ്റ്റന്റ് കാഷ്യറെ ഞാൻ കണ്ടു ക്ലബിൽ വെച്ച്. അവൻ്റെ പേരാണ് ഡോണോവാൻ, DONOVAN, ഡോണോവാൻ. And he said that nobody had any idea that there was anything wrong until the crash came. അപ്പം ഇവർ പറഞ്ഞത് ശരിയാണ്. മാർത്ത പറഞ്ഞ പോലെ തന്നെയാണ് ഡോണോവാനും പറയുന്നത്. ഡോണോവാൻ അസിസ്റ്റന്റ് കാഷ്യർ. അവൻ പറയും, ഇന്നലെ വൈകുന്നേരം ഞാൻ ബുക്ക് ക്ലോസ് ചെയ്ത് ഒപ്പിട്ട് ബുക്ക് ക്ലോസ് ചെയ്ത് വെക്കുമ്പോൾ പോലും ആർക്കും അറിയത്തില്ല. അതാണ് സംഭവം. ഇതിന് ശേഷമാണ് ഈ സംഭവം എല്ലാം നടക്കുന്നത്. അതും മിക്കവാറും റോബർട്ട് ബാൾവിൻ കുറച്ച് നേരം കൂടെ അവിടെ ഇരുന്ന് ജോലി ചെയ്തതാണ്. വളരെ ആത്മാർത്ഥതയുള്ള ആളാണ്. അപ്പോഴാണ് അത് കണ്ടുപിടിക്കുന്നത്. എൻ്റെ വാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടു സപ്പോർട്ട് ദിസ് സപ്പോർട്ട് ആസ് എ സപ്പോർട്ട് വിത്ത് ദ ക്യാരക്ടർ ഓഫ് Robert Baldwin, his honesty. See, that he did not know anything about it. He said, the assistant cashier said, nobody had any idea that there was anything wrong until the crash came. Donovan had been there 8 years. 8 വർഷമായിട്ട് വർക്ക് ചെയ്യണം അവിടെ. He thought he was taken care of for the rest of his life. അവൻ വിചാരിച്ചു, 8 വർഷത്തെ പരിചയമൊക്കെ ഉണ്ട്, ഇനി എനിക്ക് എന്നെ ഇവിടുന്ന് ആരും മാറ്റിയൊന്നുമില്ല, എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. ടേക്കൺ കെയർ ഓഫ് ഫോർ ദ റെസ്റ്റ് ഓഫ് ഹിസ് ലൈഫ്. എൻ്റെ ബാക്കി ശേഷിച്ച ജീവിതം ഞാൻ ഇവിടെ ചെലവഴിക്കും, നല്ല ജോലിയാണ്, എനിക്ക് ഈ കാശ് കൊണ്ടൊക്കെ ഇങ്ങനെ ജീവിക്കാം, സുഖമൊക്കെ ആണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് സംഭവിച്ചു? ഹി ഹാഡ് ഗോട്ട് മാരീഡ്. എന്ത് പറയുന്നു? ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ഒക്കെ ഉണ്ടല്ലോ, ഇനി സാരമില്ല, ഒരു കല്യാണമൊക്കെ കഴിച്ച് വീടൊക്കെ പണിത് ഇച്ചിരി ലോണൊക്കെ എടുത്ത് ഒരു വീടൊക്കെ പണിത് നമുക്കങ്ങനെ ജീവിക്കാം എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് അത് തലക്കിട്ട് അടി കിട്ടുന്നത്. He had got married on the strength of it. Strength of what? Strength of the job. And then one morning there was a sign up on the door. Sign up means ബാങ്കിൻ്റെ ഡോറിൽ നോട്ടീസ് വെച്ചിരിക്കുന്നു, ഒട്ടിച്ച് വെച്ചിരിക്കുന്നു. ഈ ബാങ്ക് ജപ്തി ചെയ്യാൻ പോവാണ്, ബാങ്കിനെ അറസ്റ്റ് ചെയ്യുന്നു, നാളെ ട്രയലാണ്. തലേദിവസം ഈ പുള്ളി ജോലിയെ കഴിഞ്ഞ് പോകുമ്പോഴും സംഭവിച്ചിട്ടില്ല. പുള്ളി കല്യാണമൊക്കെ കഴിച്ച് ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കുക, ഇനി പൈസയൊക്കെ വരില്ലോ എന്ന് വിചാരിച്ചു. എന്നാലാണ് ഇത് സംഭവിക്കുന്നത്. And then one morning there was a sign on the door. It was like a bolt out of a clear sky. A sudden appearance. A bolt out of a clear sky. പെട്ടെന്നുള്ള ഒരു സംഭവം. ഇപ്പൊ ഈ ഡോണോവാന്റെ ഈ സംസാരങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് ശരിക്കും റോബർട്ട് ബാൾവിൻ ഒന്നും അറിയത്തില്ല. റോബർട്ട് ബാൾവിൻ ഈസ് ഇന്നസെന്റ്. പേപ്പറുകാരെ സംശയിക്കുന്ന പോലെ സംശയിക്കാൻ പോലും ഇല്ല. He was very loyal to his friend and the bank owner of the bank, Mr. Gresham. ഇതെല്ലാം സംഭവിക്കുന്നത് ഒരു വിതിൻ ഫ്യൂ അവേഴ്സ് ആണ്. ആൾക്കാർ അറിയുന്നത് ഇവൻ പൈസ ഇങ്ങനെ മാറ്റുന്നുണ്ടെന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല. ബാങ്കിൽ നിന്നൊക്കെ പൈസ മാറ്റുന്ന ഞാനൊരിക്കലും ഒരാളോട് ചോദിച്ചിങ്ങനെ, ഒരാളിങ്ങനെ ഒരു ബാങ്കിൽ നിന്ന് കുറേ പൈസ അടിച്ചു മാറ്റി. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെ ഇങ്ങനെ പൈസ ഒക്കെ അടിച്ചു ആൾക്കാർ അറിയില്ലെന്ന് ചോദിച്ചു. അന്നേരം എന്നോട് പറയാം, ഇത് ആരും പ്രയോഗിച്ചേക്കരുതെന്നും കേട്ടോ. എന്നോട് പറയാം, അവർ വൗച്ചർ എഴുതി വെച്ചാൽ മതി. ഇപ്പോൾ ഓഡിറ്റ് വന്ന് നോക്കുമ്പോൾ വൗച്ചറുണ്ട്, വൗച്ചറുണ്ടെന്ന് പറയാൻ അത്രയും പൈസ അവിടെ ഇല്ലെന്നുള്ളതാണ്. പിന്നെ പൈസ ഉണ്ടാകുമ്പോൾ തിരിച്ചു കൊണ്ട് കൊടുത്താൽ മതി. അതുകൊണ്ട് പണിയാണ് ആര് ചെയ്തത്? ഗ്രഷാം ചെയ്തത്. ഒരു വൗച്ചർ എഴുതി വെച്ച് നല്ലൊരു തുക അവിടുന്ന് മാറ്റി. എന്നുവെച്ചാൽ കട്ടെടുത്തൊന്നുമല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. പുള്ളി വേറെ എന്തോ ബിസിനസ്സിനകത്ത് ഇട്ടു. ഞാൻ അന്റോണിയോ ബെസാനിയോ കഥ പറയില്ല, അതുപോലെ അന്റോണിയോ വല്ല ഉപദ്രവം ചെയ്തതാണല്ല, കൊടുക്കരുതെന്ന് വിചാരിച്ചു ഇല്ല, 3 ഇരട്ടി തരാമെന്ന് പുള്ളി പറയുന്നു. എൻ്റെ ഷിപ്പൊക്കെ എന്ന് വന്നോളാം. എന്നാലും ഷിപ്പെല്ലാം കറക്റ്റായിപ്പോയി എന്ന് പറയുന്നില്ല. ശരിക്കും പറയാലോ, തനി മിസ്അപ്രോപ്രിയേഷൻ എന്ന് പറയാൻ പറ്റില്ല. അതാണ് സാങ്കേതികത്വം എന്ന് പറയുന്നത്.
പൈസയ്ക്ക് പകരം വൗച്ചറുണ്ട്. അപ്പം വൗച്ചറുടെ പിന്നെ എന്നാ പൈസ വരുമ്പോഴത്തേക്ക് വൗച്ചർ ചെയ്ത് കളയാൻ പോലെ ഇതാ വിചാരിച്ചത്. പക്ഷെ സംഭവം നടന്നില്ല. അതാണ് നമ്മളൊന്ന് വിചാരിക്കുന്നു, ഭഗവാൻ വേറൊന്ന് വിചാരിക്കും. Man proposes, God disposes. കേട്ടിട്ടില്ല? അതിനേക്കാളൊക്കെ മനോഹരമായിട്ട് രാവിപ്പോൾ ക്ഷണമം മുടങ്ങിടും ഉഷസെങ്ങും പ്രകാശിച്ചിടും ദേവൻ സൂര്യൻ ഉദിക്കും ഈ കമലവും താനെ വിടർന്നിടുമെന്നൊക്കെ നമുക്കറിയാവുന്നല്ലേ. എന്താ സംഭവിച്ചത്? അപ്പം താമരപ്പൂവിനകത്ത് ഇരുന്ന് പണ്ട് അതൊക്കെ അറിയാമല്ലേ, അതിങ്ങനെ സുഖിച്ച് തേൻ കുടിച്ചിങ്ങനെ മറന്നുപോയി, പറന്നു പോകാൻ. അപ്പം എന്ത് ചെയ്തു? വൈകുന്നേരം ആയപ്പോൾ താമരപ്പൂ കൂമ്പി അതിനകത്തായിപ്പോയി. അതായപ്പോഴത്തേക്ക് ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുകയാണ്, നാളെ രാവിലെ ഇത് തന്നെ വിടലും. ഇപ്പോഴത്തേക്ക് എനിക്ക് ഞാൻ പറഞ്ഞു പോലെ സംഭവിച്ചതന്നെ. അതിനകത്ത് ആന വന്നു, താമരപ്പയിൽ ആന വന്ന് എല്ലാം ചവിട്ടി മെതിച്ച് തിന്നാവുന്നതെല്ലാം തിന്നി. താമര ഇവൻ ഒളിച്ചിരിക്കുന്ന ഇവനെ മൂടിയിരിക്കുന്ന ആ താമര മുട്ട കൂമ്പിയ താമര അതിനെ ഇട്ട് ചവിട്ടി നേരെ അതിൽ പോയി. ഇതാണ് ജീവിതം എന്നുള്ള കാര്യം ഇവൻ അറിയത്തില്ല. ആർക്ക്? ഗ്രഷാമിന് അറിയത്തില്ല. ഗ്രഷാം വളർത്തുവാൻ ഞാൻ വിചാരിക്കുന്നവരൊക്കെ കാര്യം നടന്നില്ലെന്നുള്ളതാണ് സംഗതി. ആന്റോണിയുടെ കേസിൽ അത് തന്നെ, ഇപ്പം ഗ്രഷാമിന്റെ കേസിൽ അത് തന്നെ. അതുകൊണ്ട് റോബർട്ട് ബാൽവിനും ഇത് യാതൊരു ബന്ധവും. അത് ഡോണവാൻ പറഞ്ഞല്ലോ. ഡോണവാൻ അസിസ്റ്റന്റ് കാഷ്യർ പറഞ്ഞു, ദിസ് ബാങ്ക് വിൽ റൺ and I will be getting my monthly salary, so I got married. But now see what has happened. അവന് വിഷമത്തിലായി. It was like a bolt out of a clear sky. The wrecking of the bank was like a bolt out of the clear sky. എന്ന് പറഞ്ഞാൽ sky is very very clear. ഒരിക്കലും പോലും വിചാരിച്ചില്ല അവിടുന്ന് ഒരു തണ്ടർ ബോൾട്ടോ എന്തെങ്കിലും വന്ന് ഇവനെ ഇടിക്കുമെന്ന്. നമ്മൾ നല്ല ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഫെബ്രുവരി മാസത്തിൽ ആരെങ്കിലും കുടയെടുത്തോണ്ട് മഴ വരുന്ന പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കളിയാക്കത്തില്ലേ. പക്ഷെ പെട്ടെന്നൊരു മഴ എന്ന് പറഞ്ഞത് എങ്ങനെന്നോ വന്നു എന്ന് വേണം പറയാം. അപ്പം അതുകൊണ്ട് റോബർട്ട് ബാൽവിൻ ഒരു തരത്തിൽ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. ഈ ബാങ്ക് ക്രാഷുമായിട്ട് റോബർട്ട് ബാൽവിന് യാതൊരു ബന്ധമില്ലെന്ന് ഡോണവാൻ പറയുന്നു. ഫാമിലി മെമ്പേഴ്സ് എല്ലാം പറയുന്നു. ഒരു ചെറിയ സംശയം ഗ്രഷാമെന്ന് പറയും. ചെറിയ സംശയമുള്ളത് പത്രക്കാർക്ക്. അത് ചുമ്മാ സെൻസേഷണൽ ന്യൂസ് ആണല്ലോ പത്രക്കാർക്ക് വേണ്ടത്. അവർ ജസ്റ്റ് ഒരു ക്ലൗഡ് ക്രിയേറ്റ് ചെയ്തിട്ടാണ്, അത്രേ ഉള്ളൂ. ക്ലിയർ സ്കൈ. ഇവി ആൻഡ് ഫാദർ വിവേകി. അപ്പം അച്ഛനും വിവേകിയാണ്. അപ്പം അവിടെ നിൽക്കട്ടെ, അച്ഛനും അറിയത്തില്ലെന്നുള്ളതായിരിക്കും. ഇവിടം വരെ നിങ്ങൾ നല്ലപോലെ വായിക്കുക, 2-3 പ്രാവശ്യം വായിക്കുക. പറ്റുമെങ്കിൽ ഒരാൾ ഇവി ആകുക, മറ്റേ ആൾ മാർത്ത ആകുക. നിങ്ങൾ രണ്ടുപേരും കൂടെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുക, അത് എൻജോയ് ചെയ്യുക. മനസ്സിലായില്ലേ? ഇപ്പം ഈ സെക്ഷനകത്ത് വരുന്നത് മെയിൻലി 2 ക്യാരക്ടേഴ്സേ ഉള്ളൂ, അമ്മയും മകളും. രണ്ടുപേരും ആങ്ഷ്യസ് ആണ്, പക്ഷെ ഓവർ ആങ്ഷ്യസ് ആണ് മകള് ഇവി. ഇവിടെ എന്തിനാ അങ്ങനെ എൻ്റെ അച്ഛനെ വിളിച്ചത്? അച്ഛൻ അങ്ങനെ റോങ്ങൊന്നും ചെയ്യരുത്. അച്ഛനെ ഏതായാലും ഗ്രഷാമിന് എഗൻസ്റ്റ് ആയിട്ട് സാക്ഷി പറയാൻ പോകത്തില്ല, കാരണം അവർ അതുപോലെ ഫ്രണ്ടാണ്. പക്ഷെ പേപ്പറിനകത്ത് ഇത് പറയുന്നുണ്ട്, ആ പടം ഞാൻ പ്രശ്നത്തില്ല. എന്നാലാണ് ജോൺ പറയുന്നത്, അവിടുത്തെ അസിസ്റ്റന്റ് കാഷ്യർ ഡോണവാനെ ഞാൻ ഇന്നലെ അത്ലറ്റിക് ക്ലബ്ബിൽ വെച്ചിട്ടുണ്ട്, അവന് ഇത് തന്നെയാണ് പറയുന്നത്. അപ്പം പിന്നെ പെർഫെക്റ്റ് ഓൾറൈറ്റ്. ഈ സെക്ഷനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഗ്രഷാമിന്റെ റോബർട്ടിന്റെ 2 ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒന്ന്, ക്യാരക്ടർ സ്കെച്ച് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എഴുതാം. ഒന്ന്, ഹി വിൽ സ്പീക്ക് ദ ട്രൂത്ത് ആൻഡ് ഓൺലി ദ ട്രൂത്ത്. ഹി വിൽ നെവർ ഡു എ റോങ്. 2, he was not in the habit of sharing business matters with the family. And ഒരു സ്വഭാവമാണ്. 3, when he knew that his wife Martha withdrew money from the bank, he was not very happy. Against his wishes. എൻ്റെ FD ഞാൻ ക്ലോസ് ചെയ്തത് against his wishes. എന്തുകൊണ്ടാണ് against his wishes ആകുന്നത്? കാരണം that may hurt the feelings of his friend Gresham. So he's so intimately connected with he was his intimate friend.
അപ്പം ഈ മൂന്ന് കാര്യങ്ങളാണ് ഇത്രയും ഭാഗത്ത് നിന്ന് ഗ്രഷാമിനെ പറ്റി നമ്മൾ റോബർട്ടിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്ന്, ആൻഡ് ഹി ഹാഡ് നോ ഐഡിയ അബൌട്ട് ദ റെക്കിംഗ് ഓഫ് ദ ബാങ്ക്. 4 കാര്യങ്ങൾ. ഒന്ന്, ഈസ് വെരി ഓണസ്റ്റ്. സെക്കൻഡ്, ഇസ് എ വെരി ഗുഡ് ഫ്രണ്ട്, ലോയൽ. അതാണല്ലോ ഭാര്യ പൈസ വിഡ്രോ ചെയ്തപ്പോഴത്തേക്കും. 3, he has nothing to do with this. He did not know anything about it. And Donovan അത് പറയുന്നുണ്ട് അല്ലേ, ഡോണവൻ അത് പറയുന്നുണ്ട്. And he cannot do anything wrong. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് ഗ്രഷാമിൻ്റെ കാരണം റോബർട്ടിൻ്റെ ക്യാരക്ടറാണ് അതിനകത്ത് ഏറ്റവും പ്രധാനം. റോബർട്ട് ഈസ് ദ ഹീറോ, അല്ലെ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയും. PRO പ്രൊട്ടാഗോണിസ്റ്റ്, PROTAGONIST. സ്ഥലമില്ലാത്ത നോക്കട്ടെ, ഇവിടെ എഴുതാം, നമുക്കറിയാമല്ലോ. പ്രൊട്ടാഗണിസ്റ്റ് ഇവിടെ എഴുതട്ടെ, പ്രൊട്ടാഗണിസ്റ്റ് എന്നുവെച്ചാൽ മെയിൻ ക്യാരക്ടർ. ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലാണ് ഈ നാടകം മുഴുവൻ റോൾ ചെയ്യുന്നത്. ഈ നാടകം എഴുതാനുള്ള കാരണം തന്നെ അതാണ്. ഏത് മറ്റുള്ളവരെ വാല്യൂസ് പഠിപ്പിക്കുക. ലിറ്റിൽ തിയേറ്റർ മൂവ്മെന്റ് ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ ക്ലാസ്. ഈസ് വെരി പോപ്പുലർ. ഹിസ് പ്ലേസ് Percival Wilde's plays were very popular in the little theatre movement in America. അതാണ് എൻ്റെ കാര്യം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. 4 പോയിന്റ്സ് അബൌട്ട് റോബർട്ട് ബാൾവിൻ അതിൻ്റെ ഫാമിലി മെമ്പേഴ്സ് അവരെ പറ്റിയുള്ള പേപ്പേഴ്സ് എന്ത് പറയുന്നതാണ് മൈൻഡ് ചെയ്യത്തില്ല. ആൻഡ് ഡോണവാൻ അസിസ്റ്റന്റ് കാഷ്യർ പോലും പറയുന്നു ആർക്കും ഒന്നും അറിയത്തില്ല. പേപ്പറുകാരെന്ന് ചോദിച്ചു നിങ്ങൾക്ക് എനിക്ക് അറിയത്തില്ല, അവർ പറയും നീ ഒരു ഉള്ളനാന്ന് പോലെ. അത് നമ്മൾ കുഴപ്പമില്ലാന്ന് പുള്ളിയും വിചാരിച്ചു. അന്ന് ഞാനൊന്നും ചെയ്തിട്ടില്ല. അതാണ് എൻ്റെ കാര്യം. അപ്പം നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ബാക്കി നാളെ ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുവരണം. ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. ഞാൻ ആദ്യം പറഞ്ഞാൽ ഡോണ്ട് ഗോ ഫ്രം നോട്ട്സ് ടു ടെക്സ്റ്റ്, ബട്ട് യുവർ മൂവ്മെന്റ് ഷുഡ് ബി ഫ്രം ടെക്സ്റ്റ് ടു നോട്ട്സ്. ടെക്സ്റ്റ് ശരിക്ക് പഠിക്കും, എന്നിട്ട് നോട്ട്സ് പഠിക്കും. നോട്ട്സ് പഠിച്ചിട്ട് ടെക്സ്റ്റിലേക്ക് പോകും. മനസ്സിലായി? ടെക്സ്റ്റ് വായിക്കണം, തീർച്ചയായിട്ടും വായിക്കണം. ഇന്നത്തെ നല്ലൊരു വാക്കാണ് ഇൻഡൈറ്റ്, INDICT, ഇൻഡൈറ്റ്. അതുപോലെ തന്നെ ഫ്രേസ് ലൈക്ക് എ ബോൾട്ട് ഫ്രം ഔട്ട് ഓഫ് എ ക്ലിയർ സ്കൈ, ലൈക്ക് എ ബോൾട്ട് ഔട്ട് ഓഫ് എ ക്ലിയർ സ്കൈ. എ സഡൻ ഹാപ്പനിങ് എന്നുള്ളൂ, എ സഡൻ ഹാപ്പനിങ്. ഇത് രണ്ടും ഉപയോഗിച്ച് വാക്കുകളൊക്കെ ഉണ്ടാക്കി, സെൻറ്റൻസ് ഉണ്ടാക്കി ഭാഷകൾ കൂടെ പഠിച്ചു. വെരി ഗുഡ്, താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ്. നമ്മൾ കണ്ടിന്യൂ, ബട്ട് റീഡ് ദ ടെക്സ്റ്റ്.